നമുക്കിപ്പോൾ വാഴൂർ സോമൻ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാഴൂർ സോമൻ, നമസ്കാരം. ഈ അപകടത്തിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ശ്രീ വാഴൂർ സോമൻ? തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് മടങ്ങിപ്പോകുന്ന വണ്ടിയാണ് ഇത്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ടൂറിസ്റ്റുകളെയും കൊണ്ടുപോയ വണ്ടിയായിരുന്നു. നിർഭാഗ്യവശാൽ പുല്ലുപാറയ്ക്ക് മുകളിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് സംഭവം ഉണ്ടായത്. 34 പേരാണ് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് ഗുരുതരമായ പരിക്കേറ്റ് മരിച്ചിട്ടുള്ളത്. ഇവരുടെ 3 പേരുടെയും ബോഡി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ട്. മറ്റ് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാനത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സോമൻ, അപകടത്തിൽ മറ്റുള്ളവർക്ക് ഗുരുതരമായ പരിക്കേറ്റ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ 3 പേർക്കാണ് ഗുരുതരമായ പരിക്ക്. പൊതുവിൽ ആദ്യം ആർക്കും പരിക്കില്ല, ഗുരുതരമായ പരിക്കില്ലെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിനിടയിൽ 3 പേരുടെ കാര്യം വളരെ വഷളായി. ആളുകൾ മരിച്ച് അവിടെ ബോഡി മുട്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലുണ്ട്. ഞാൻ വിവരം കിട്ടിയിട്ടില്ല. ഞാനത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം അങ്ങേക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കുമല്ലോ, താഴ്ചയുള്ള കൊക്കുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ ദിവസവും പോകുന്ന വഴിയാണ്. ഓക്കെ, വളരെ നിർഭാഗ്യകരം എന്നേ പറയാം. ബ്രേക്ക് പോയതാവാം. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അല്ലേ? ബ്രേക്ക് പോയതാണെന്ന് വിളിച്ചു പറയുകയും സംഭവം ഒരുമിച്ച് നടക്കുകയും കൂടെ ആയിരുന്നു. എന്തായാലും ഇത് കാഷ്വാലിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അതായത് ഈ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ തങ്ങി നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? അതെ 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 അത് വലിയ മരങ്ങളുടെ ഇതുകൊണ്ടാണ് തങ്ങി നിന്നത്. അതുകൊണ്ടാണ് താഴേക്ക് പോകാത്തത്. അല്ലെങ്കിൽ വലിയ അഗാധമായ കൊക്കയാണ് താഴേക്കുള്ളത്. രാവിലെ 6 മണിക്ക് ശേഷമാണ് സംഭവം, അല്ലേ? അതെ 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 അതെ. ഓക്കെ, എന്നാലും അങ്ങ് അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ കൂടി ഒന്ന് ശേഖരിച്ചു നൽകൂ. താങ്ക് യു ശ്രീ സോമൻ. ഓക്കെ, താങ്ക് യു. ശ്രീ വാഴൂർ സോമൻ MLA ആണ് നമുക്കൊപ്പം ചേർന്നത്.